പാലക്കാട് ഇനി തുടർന്നുള്ള പരിപാടി പര്യടനമൊക്കെ എങ്ങനെയാണ്? പാലക്കാട് ഇപ്പം ഇന്ന് തന്നെ തിരിച്ച് പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട് ഈ ഇത്രയും ചേർത്ത് പിടിച്ച പാലക്കാടിനോടുള്ള സ്നേഹം ഔപചാരികമായി പ്രവൃത്തിയിലൂടെ ജീവിതകാലം മുഴുവൻ കാണിക്കും. ഔപചാരികമായി അറിയിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് തുടർന്നുള്ള ദിവസങ്ങളുണ്ടാകും. പിന്നെ ഈ പറയുന്നത് പോലെ സാങ്കേതികമായി സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാമായിട്ട് ബാക്കി അറിയിക്കാം നിങ്ങളെ. ഇപ്പം തന്നെ പാലക്കാട്ടേക്ക്. പ്രഥമ പരിഗണന എന്തായിരിക്കും ആ മണ്ഡലത്തിൽ? ആദ്യം പ്രഥമ പരിഗണന, ഒന്നാമത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന് തന്നെയാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് ഒരു വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും പാലക്കാടിനുണ്ട്. പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് മാത്രമല്ല, പാലക്കാട് ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് സിറ്റിയിൽ നിന്ന് വളരെ മാറി മാറിയൊരു സ്ഥലത്ത് അത് പിന്നീട് ഒരു സിറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുക. പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത ഈ നാഷണൽ ഹൈവേ ഫ്രണ്ടേജോട് കൂടിയ അത്ര ആക്സസബിൾ ആയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജാണ്. അതിന് അനന്ത സാധ്യതകളുണ്ട്. അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ആ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് അത് ഭാവിയിലൊരു എയിംസായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ്. പക്ഷേ അവിടെ നിലവിൽ സർക്കാരിൻ്റെ ഒരു മുഖം തിരിഞ്ഞിട്ടുള്ള നയം കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതിൽ തിരുത്തലുകൾ വരുത്തി പരമാവധി ജനങ്ങൾക്ക് സഹായകമാകാൻ ഇപ്പോഴും തന്നെ ഒരുപാട് മെച്ചമുണ്ട്. ഇപ്പം തന്നെ ഒരു ദിവസം 1000-ലധികം OP ആണ് ഒരു ദിവസം തന്നെ ഉണ്ടാകുന്നത്. പക്ഷേ അവിടുത്തെ കുറേ കൂടെ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികളുണ്ട്. തുടങ്ങി വെച്ച എണ്ണമറ്റ ഇപ്പം എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ മാസവും അടുത്ത മാസമൊക്കെ ആയിട്ട് ഉദ്ഘാടനമാകുന്ന നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചിട്ട്, എന്നുവെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് പോലും ഞാൻ നടത്തണ്ട. ഉദ്ഘാടനമാകുന്ന പദ്ധതികൾ ബാക്കി വെച്ചിട്ടാണ് മുൻ MLA അവിടെ നിന്ന് പടി ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെ പൂർത്തീകരണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ MP ചെയ്തു വെച്ചിട്ടുള്ള ഇപ്പം MP-യുടെ ഫണ്ടിൽ നിന്നുള്ള സ്റ്റാൻഡ് അടക്കമുള്ള മുനിസിപ്പൽ സ്റ്റാൻഡ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് മുനിസിപ്പാലിറ്റി മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനമുണ്ട്. അപ്പോൾ അതിനകത്ത് ചുവപ്പ് നാടകൾ അഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ MP-യോടൊപ്പം നിന്നുകൊണ്ട് മുൻ MLA-യുടെ എല്ലാ അഡ്വൈസുകളും സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ജനങ്ങളുമായിട്ട് കണക്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകും. താങ്ക് യു.